സഭയിൽ എന്തായാലും ഈ പുനർജനി വീണ്ടും ഭരണപക്ഷം ഉയർത്തും, അതിൽ സംശയമില്ല. പക്ഷേ 2 കൊല്ലം കൊണ്ട് മറന്നുപോയ ചില കാര്യങ്ങളുണ്ട്. അന്ന് ED ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ പരാതിക്കാരനാണ് ഈ ശബ്ദരേഖ, അതായത് VD സതീശൻ ഇത് സമ്മതിക്കുന്ന ശബ്ദരേഖ ഉൾപ്പെടെ EDക്ക് മുന്നിൽ ഹാജരാക്കി എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം വീണ്ടും പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? പരാതിക്കാരന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്നാണ് അറിയുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ നീക്കം നോക്കിയ ശേഷമായിരിക്കും പരാതിക്കാരൻ അതിനകത്തൊരു തുടർ നടപടി സ്വീകരിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് CBI അന്വേഷണം നടത്താതെ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം നടത്തണമെന്ന് ഒരു ഏജൻസി, സർക്കാരിന്റെ തന്നെ ഒരു ഏജൻസി ശുപാർശ നൽകുമ്പോൾ അതിനകത്ത് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് കിട്ടുന്ന ആയുധമായിരിക്കും. കാരണം ഇരട്ടത്താപ്പ് നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നു. ആ ഏജൻസികളെ വെച്ചുകൊണ്ട്, അതും സംസ്ഥാന സർക്കാരിന്റെ ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പേടിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ LDF CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, പ്രതിപക്ഷത്തിന്റെ ആരോപണം, ഞങ്ങളൊരു കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടു, നിങ്ങളത് തരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ വിജിലൻസ് പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളത് അംഗീകരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന വാദം പ്രതിപക്ഷം മുന്നോട്ട് വെക്കും. അത് കേട്ടാലും കുഴപ്പമില്ല, CBI അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ദിവസമാണ്. ഇന്ന് 4-ാം തീയതി ആണ്. ഇനി 16 ദിവസം നിയമസഭാ സമ്മേളനത്തിന് ഇനി 16 ദിവസമുണ്ട്. ബജറ്റ് സമ്മേളനമാണ്, 29-നാണ് ബജറ്റ്. ഇതിനിടയിൽ നിരവധി ദിവസം സഭ സമ്മേളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുനർജനിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം സഭയിൽ കത്തിപ്പടരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് തെളിവുകളുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അനധികൃതമായിട്ടാണ് വിദേശ ഫണ്ട് കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത് ചില ചട്ടങ്ങളുടെ, വിദേശ നാണ്യവിനിമയ രംഗവുമായി ബന്ധപ്പെട്ട ചില ചട്ടങ്ങളുടെ ലംഘനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അതൊരു സെൻട്രൽ ഏജൻസി, വിജിലൻസിന് അന്വേഷിക്കുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടൊരു സെൻട്രൽ ഏജൻസി ഈ വിഷയത്തിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് വിജിലൻസ് ചെയ്തിട്ടുള്ളത്. വിജിലൻസ് അങ്ങനെ രേഖാമൂലം തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഒരു ശുപാർശ നൽകുന്നു. ശുപാർശ നൽകിക്കൊണ്ട് ഇതിനകത്ത് അന്വേഷണം നടക്കട്ടെ എന്ന് ഒരു നിലപാടിലേക്ക് വിജിലൻസ് എത്തിച്ചേരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. PV അൻവർ ചില ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച തുടക്ക സമയത്ത്, അതായത് പിണറായി വിജയനിലേക്ക് അൻവർ എത്തുന്നതിന് മുൻപ് ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ADGP അജിത് കുമാറും RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത് അത് VD സതീഷിന് വേണ്ടിയാണ്, പുനർജനിയിൽ സഹായിക്കാം എന്ന ഉറപ്പിന്മേൽ തൃശ്ശൂരിലെ സീറ്റ് നൽകി എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ PV അൻവറിന്റേതായിട്ട് ഓർക്കുന്നു. അത് അങ്ങനെയെങ്കിൽ അത് വീണ്ടും ചർച്ചയാകില്ലേ? UDF-ൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അത് ചർച്ചയായി വന്നാലും PV അൻവർ അത് ഓൺ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ധന്യ. കാരണം നമുക്കറിയാം, അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് UDF-ന്റെ ഭാഗമായും കഴിഞ്ഞില്ല. അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട എന്ന് പറയുകയും VD സതീശനെതിരെ കടുത്ത വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുകയും ചെയ്ത ആളാണ് PV അൻവർ. അദ്ദേഹത്തിന് മുന്നിലേക്ക് വീണ്ടും ഒരു വിവാദം വന്നെത്തുകയാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു വിവാദത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുകയാണ്. VD സതീശൻ അടക്കമുള്ളവർ തീരുമാനിച്ചത് കൊണ്ടാണ്, പച്ചക്കൊടി കാട്ടിയത് കൊണ്ടാണ് PV അൻവർ അസോസിയേറ്റ് മെമ്പറായിട്ട് ഇപ്പോൾ UDF-ന്റെ ഭാഗമായിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു പക്ഷേ സീറ്റും നൽകിയേക്കാം. ആ ഘട്ടത്തിൽ അദ്ദേഹം ഇനി സതീശനെതിരെ എന്തെങ്കിലും പറയും എന്ന് നമുക്ക് ഈ തരുണത്തിൽ കരുതാൻ കഴിയുന്നില്ല. അദ്ദേഹം സതീശനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് തന്നെയായിരിക്കും. സതീശനെതിരെ പറയുന്നല്ല, പക്ഷേ അന്ന് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും എടുത്ത് ഇപ്പം സോഷ്യൽ മീഡിയയുടെ സമയം കൂടിയാണല്ലോ, അപ്പം ആ കാര്യങ്ങളെല്ലാം വീണ്ടും വരുന്നത് അത് മുന്നണിയിൽ ചർച്ചയാകില്ലേ എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തെ കൂടി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അന്വേഷണ ഏജൻസി, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ വിഷയം പറഞ്ഞ അൻവറിനെ കൂടി ഇതിന്റെ സാക്ഷിയാക്കി മാറ്റാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഏത് ഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ബാധ്യത
അത് പി വി അൻവറിന് ഉണ്ട്. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് വേണമെങ്കിൽ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി കഴിയും. കാരണം പരസ്യമായിട്ടാണ് അദ്ദേഹം ചില ആരോപണങ്ങൾ വി ഡി സതീശനെതിരെ ഉന്നയിച്ചത്. അത് ഇനി പരസ്യമായി അദ്ദേഹം പറയില്ല. ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് ഉരുണ്ടു പോവുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുള്ള ലക്ഷ്യമുള്ളൂ. കാരണം ഒരു UDF ഒരു മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുന്ന സമയത്ത് അത് UDF ചെയർമാനായ ഒരാൾക്കെതിരെ മറ്റൊരാൾ തന്നെ മൊഴി കൊടുക്കുന്നത് അത് മുന്നണി മര്യാദയുടെ ലംഘനമാകുമെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ പറയാനുള്ളത് നേരത്തെ പറഞ്ഞെങ്കിൽ ഇനി അതിനകത്ത് ഉറച്ചു നിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ തന്നെ വിജിലൻസ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഇത്ര പൗണ്ട് 500 പൗണ്ട് പണം നിങ്ങളെല്ലാവരും തരണം എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് വിജിലൻസ് ആ ശുപാർശ കൈമാറിയിരിക്കുന്നത്. അങ്ങനെ പണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തു. അത് കേന്ദ്രത്തിന് അനുമതിയില്ലാതെയാണ് ആ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അന്വേഷിക്കുന്നതിന് പരിമിതിയുണ്ട്, കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ് വിജിലൻസ് ചെയ്തിട്ടുള്ളത്. ധന്യ.